SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ VM സുധീരൻ. SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന AK മഹേശന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് സുധീരൻ ആവശ്യപ്പെടുന്നു. വീണ്ടും അന്വേഷണ ആവശ്യം ഉയർന്നത് വെള്ളാപ്പള്ളിയെ പരിഭ്രാന്തനാക്കി. വെള്ളാപ്പള്ളിയുടെ പദപ്രയോഗങ്ങളും ശൈലിയും SNDP ജനറൽ സെക്രട്ടറി പദവിക്ക് ചേർന്നതല്ലെന്നും കഴിഞ്ഞ ദിവസം VM സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയോട് തനിക്ക് പ്രത്യേകിച്ച് വ്യക്തിവിരോധമില്ല, നിലപാടുകളിലും നയങ്ങളിലുമാണ് എതിർപ്പുള്ളത്. ശ്രീനാരായണ സന്ദേശങ്ങളോട് യോജിച്ച നിലപാടല്ല വെള്ളാപ്പള്ളി നടേശന്റെ. SNDP നേതൃത്വവും ശ്രീനാരായണ ഗുരുവും ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് എതിരായിട്ടാണ് വെള്ളാപ്പള്ളി എപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നെ കെട്ടുകെട്ടിച്ചത് കൊണ്ടാണ് എനിക്ക് വെള്ളാപ്പള്ളിയോട് വിരോധം എന്ന് പറയുന്നതിൽ ഒരു വാസ്തവവുമില്ല. വെള്ളാപ്പള്ളിയുടെ ഭാഷ ഒരു കവല ചട്ടമ്പിയുടേതാണെന്നും സുധീരൻ പറയുന്നു. സ്വന്തം കാര്യം നേടിയെടുക്കാൻ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നുവെന്നും മഹേശനോട് വെള്ളാപ്പള്ളി എടുത്തത് മനുഷ്യത്വരഹിതമായ ചൂഷണമാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. എല്ലാ കാര്യങ്ങളും കുറിച്ചു വച്ചിട്ടാണ് മഹേശൻ ജീവനൊടുക്കിയത്. സത്യസന്ധമായി അന്വേഷണം വന്നാൽ വെള്ളാപ്പള്ളിയുടെ സ്ഥിതി എവിടെയായിരിക്കുമെന്നുകൂടെ സുധീരൻ ചോദിക്കുന്നുണ്ട്. സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഞാനും മഹേശന്റെ ഭാര്യയും പിണറായി വിജയന് കത്ത് കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സ്വന്തം താല്പര്യങ്ങളും നേട്ടങ്ങളും ധനശേഖരണവും മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. പിണറായിക്ക് സംഭവിച്ച ദുരന്തം വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണ്. സത്യം പുറത്തു വരണം. അതിനായി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നും സുധീരൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ഞങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് KK മഹേശന്റെ ഭാര്യ ഉഷാദേവിയും പറഞ്ഞു. വാശി കയറിയാൽ എന്തിനും മടിക്കാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അയാൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചു. VM സുധീരൻ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുവെന്നും ഉഷാദേവി പറയുന്നു. മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇപ്പോഴത്തെ സർക്കാരിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നുകൂടെ ഉഷാദേവി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉപദ്രവം ഉണ്ടാകാറുണ്ട്. മരണം വരെ പോരാടുമെന്നും അവർ പറയുന്നു. മഹേശനെ വെള്ളാപ്പള്ളി ശാരീരികമായി ഉപദ്രവിച്ചു എന്നുകൂടെ ഉഷാദേവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ മകനും BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയും മഹേശനെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. KK മഹേശനെ കള്ളൻ എന്നല്ലാതെ വേറെ എന്താണ് പറയുകയെന്നാണ് തുഷാർ ചോദിച്ചത്. ഒരു കള്ളനെ കള്ളൻ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കാൻ ആരും നോക്കേണ്ട എന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു.